മോനെ ഞങ്ങള് ഭക്ഷണം തേടി തേൻ തേടി പോവാണ്. ഓക്കെ, പൂമ്പാറ്റകളുടെ ഫുഡ് എന്താണ്? തേനാണല്ലേ. അത് പൂക്കളിലാണ് അവർ ശേഖരിക്കുന്നതല്ലേ. അപ്പൊ ഈ അച്ഛനും അമ്മയും പറയും, മോനെ ഞങ്ങള് തേന് തേടി പോവാണ്, നമുക്ക് വിശക്കില്ലേ, അപ്പൊ ഭക്ഷണം തേടി പോവാണ്, നീ ഞങ്ങളെ കൂടെ വരുന്നില്ലേ എന്ന് ചോദിക്കും. പക്ഷെ ഇവൻ മടിയനല്ലേ. ഇവൻ പറയും, ഇല്ല അമ്മ, ഞാനിപ്പം വരുന്നില്ല, ഞാൻ പിന്നീട് വരാം എന്ന് പറയും. ഓക്കെ, അപ്പൊ ഇവന്റെ മനസ്സിൽ എന്താണ്? ഇവ പോയിട്ടില്ലെങ്കിൽ സാരമില്ല, അമ്മ അച്ഛൻ എന്ത് ചെയ്യും? ഇവന് കൊണ്ടുവന്ന് കൊടുക്കും. അങ്ങനെയാണ് അവൻ കരുതുന്നത്. ഓക്കെ, അങ്ങനെയാണ് സംഭവിക്കാറുള്ളത്. അപ്പൊ ഇവൻ എന്തായാലും മടിയനായി മാറിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ അച്ഛനും അമ്മയ്ക്ക് ഇത് മനസ്സിലായി. അപ്പൊ ഇവന്റെ ഈ സ്വഭാവം മാറ്റണ്ടേ? അതിനു വേണ്ടി അച്ഛനും അമ്മയും എന്ത് ചെയ്യും? തേടി പറന്നു പോകും. ഇവൻ അലസനായി മടി പിടിച്ച് അവിടെ ചുരുണ്ടുകൂടിയിരിക്കും. ഓക്കെ, അങ്ങനെ അച്ഛനും അമ്മയും ഫുഡ് കഴിക്കാൻ പോയി. അവര് പൂക്കളൊക്കെ പാറി നടന്ന് തേനൊക്കെ ശേഖരിച്ച് കുമ്പ നിറച്ച് അവര് തിരികെ വരും. തിരികെ വരുമ്പോ ഇവനായിട്ട് ഒന്നും കൊണ്ട് വന്നിട്ടില്ല. ഇവനാകെ സങ്കടാവും. ഇവന് വിശക്കാൻ തുടങ്ങി. ഓക്കെ, അവൻ ചോദിക്കും, അമ്മ എനിക്ക് ഫുഡില്ലേ? അമ്മ പറയില്ല, നിനക്ക് വേണമെങ്കിൽ നീ എന്ത് ചെയ്യണം? നീ അധ്വാനിക്കണം, നീ തേടി പോകണം, നീ തന്നെ തേൻ ശേഖരിക്കണം, എന്നും ഞങ്ങൾ നിനക്ക് കൊണ്ടു തന്നാൻ പറ്റുമോ? ഇല്ല എന്ന് പറയും. അങ്ങനെ ഇവന് സഹിപ്പെട്ട് ഗത്യന്തരം ഇല്ലാണ്ട് എന്ത് ചെയ്യും? മറ്റു പൂമ്പാറ്റകളുടെ ഒപ്പം പൂന്തോട്ടത്തിലേക്ക് പാറിപ്പോകും. പക്ഷെ അവിടെ പോയാൽ എന്താ സംഭവിക്കുക? പൂക്കളിലൊന്നും എന്തില്ല? തേനില്ല. ബാക്കിയുള്ള പൂമ്പാറ്റകളെല്ലാം വന്ന് ആദ്യം തന്നെ വന്നിട്ട് അവരെന്ത് ചെയ്തു? ഉള്ള തേനുകളെല്ലാം ശേഖരിച്ച് തിരിച്ചു പോയി. അപ്പൊ ഇവൻ എന്ത് സംഭവിച്ചു? ഇവന് വിശക്കാൻ തുടങ്ങി. പക്ഷെ പൂക്കളിലൊന്നും എന്തില്ല? തേനില്ല. ഓക്കെ, അപ്പൊ അവന് മനസ്സിലായി, ഇങ്ങനെ എന്റെ മടി കൊണ്ടാണ് എനിക്കിത് സംഭവിച്ചത്. ഇനി എന്ത് ചെയ്യാൻ പാടില്ല? മടി പിടിച്ചിട്ട് ഇരിക്കാൻ പാടില്ല എന്നുള്ളത് ഇവന് മനസ്സിലായി. ഓക്കെ, അപ്പൊ നമ്മള് ഈ കഥയിൽ നിന്ന് എന്താ മനസ്സിലാക്കേണ്ടത്? ഒരിക്കലും മടി കാണിക്കാൻ പാടില്ല. ഓക്കെ, നിങ്ങൾ എല്ലാവരും കുഞ്ഞു മക്കളല്ലേ. നിങ്ങൾ എന്ത് ചെയ്യാം? അന്നന്ന് പഠിക്കാനുള്ള കാര്യങ്ങൾ അന്നന്ന് പഠിക്കുക. അവനവന് ചെയ്യേണ്ട കാര്യങ്ങൾ അവനവൻ ഒറ്റയ്ക്ക് ചെയ്യാൻ ശീലിക്കാം. ഓക്കെ, അതാണ് ഈ സ്റ്റോറിയുടെ മോറൽ എന്ന് പറയുന്നത്. ഓക്കെ, ഒരിക്കലും മടിയനായിട്ടിരിക്കാൻ പാടില്ല.